ഹയർ പർച്ചേസ് അക്കൗണ്ടിങ്ങിൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് എക്സ്ക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് പ്രകാരം ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും ക്യാഷ് പ്രൈസിൻ്റെ ഒരു പോർഷനും ഇൻട്രസ്റ്റ് എമൗണ്ടും ഇൻക്ലൂഡഡ് ആണ്. ദാറ്റ് ഈസ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുമ്പോൾ അസറ്റിൻ്റെ പ്രൈസ് മാത്രമല്ല ഇൻട്രസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ടാണ് പേ ചെയ്യുന്നത്. അതാണ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ഇൻക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് ഓരോ ഇൻസ്റ്റാൾമെൻറ്റ്സിലും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതാണ് യൂഷ്വൽ ഏരി. ഇതുവരെ നമ്മൾ ചെയ്ത പ്രോബ്ലംസ് എല്ലാം ഇൻക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റ് ടൈപ്പ് പ്രോബ്ലംസ് ആയിരുന്നു. നെക്സ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്സ് എക്സ്ക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇലസ്ട്രേഷൻ 10. ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നതെന്ന് നോക്കാം. ബിജോയ് ബോട്ട് എ മെഷീനറി ഓഫ് റുപ്പീസ് 3 lakh ഫ്രം ബിജിലി എൻ്റർപ്രൈസസ്. അപ്പോൾ 3 lakh എന്ന് പറയുന്നതാണ് നമ്മുടെ ക്യാഷ് പ്രൈസ്. ബിജോയ് പെയ്ഡ് 1 lakh ഓൺ സൈനിങ് ദ എഗ്രിമെൻറ്റ്. അപ്പോൾ 1 lakh എന്ന് പറയുന്നത് നമ്മുടെ ഡൗൺ പേയ്മെൻറ്റ്. ബാലൻസ് ഈസ് എഗ്രീഡ് ടു ബി പെയ്ഡ് ഇൻ 4 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ്. അപ്പോൾ 4 ഇൻസ്റ്റാൾമെൻറ്റ്സ് ഉണ്ട്. എല്ലാ ഇൻസ്റ്റാൾമെൻറ്റ്സും ഈക്വൽ ആണ്. At the end of each year, together with interest at 20% per annum. ക്വസ്റ്റ്യനിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്, ടുഗദർ വിത്ത് ഇൻട്രസ്റ്റ് അറ്റ് 20% per annum. അതായത് ഇൻസ്റ്റാൾമെൻറ്റ്സിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്യണമെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. മറ്റ് ക്വസ്റ്റ്യൻസിൽ നിന്നും ഈ ക്വസ്റ്റ്യനെ ഡിഫറൻ്റ് ആക്കുന്നതും ഈ ഒരു പോർഷൻ മാത്രമേ. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ 4 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് 20% കൂടെ ആഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ടോട്ടൽ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ലഭിക്കത്തുള്ളൂ. ബാലൻസ് ഈസ് എഗ്രീഡ് ടു ബി പെയ്ഡ് ഇൻ 4 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാലൻസ് എത്രയാണ്? 3 lakh റുപ്പീസാണ് ആക്ച്വലി പേ ചെയ്യേണ്ടിയിരുന്നത്. അതിൽ 1 lakh റുപ്പീസ് പേ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാലൻസ് ആയിട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ 2 lakh റുപ്പീസാണ്. അതാണ് നമ്മുടെ അൺപെയ്ഡ് എമൗണ്ട്. അപ്പോൾ ആ അൺപെയ്ഡ് എമൗണ്ട് 4 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് ഓരോ ഇയർ എൻഡിങ്ങിലും പേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 lakh ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് 50,000 റുപ്പീസ് കിട്ടും. അതാണ് നമ്മുടെ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിലും നമ്മൾ അടയ്ക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ 20% ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്യണം. ഈ ഒരു സെൻറ്റൻസിലൂടെയാണ് ഈ ക്വസ്റ്റ്യൻ എക്സ്ക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ കെയർഫുള്ളായിട്ട് വായിച്ചിരിക്കണം. നമുക്കല്ലാതെ ക്വസ്റ്റ്യനിൽ എക്സ്ക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് ഡയറക്റ്റ് പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ വായിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. മറ്റു ക്വസ്റ്റ്യൻസിൽ നിന്നും ഈ ഒരു ക്വസ്റ്റ്യനെ ഡിഫറെൻ്റ് ആക്കുന്നതും ഈ ഒരു പോർഷൻ മാത്രമാണ്. പിന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് നോക്കാം. ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 20% per annum ആണ്. ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മെഷീനറി അക്കൗണ്ടും ബിജിലി എൻ്റർപ്രൈസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാനാണ്. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം മെഷീനറി അക്കൗണ്ട്. മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലാദ്യം വരേണ്ടതെന്ന് പറഞ്ഞാൽ മെഷീനറി വാങ്ങുമ്പോഴുള്ള എൻട്രി. അതാണ് മെഷീനറി അക്കൗണ്ട് അറ്റഡ് ടു ബിജിലി എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞ ക്യാഷ് പ്രൈസായ 3 lakh കാണിച്ചിരിക്കുന്നത്. ഇയർ എൻഡിങ്ങിൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം. അപ്പോൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 20% per annum അണ്ടർ ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ഡിപ്രിസിയേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അതായത് നമുക്കറിയാം അസറ്റിൻ്റെ പ്രൈസ് ഇൻറ്റു എത്രയാണോ നമ്മുടെ പെർസെൻറ്റേജ് അത് വെച്ച് നമുക്കങ്ങ് ചെയ്താൽ മതി. അപ്പോൾ 3 lakh ഇൻറ്റു 20% ചെയ്യുമ്പോൾ നമുക്ക് ഡിപ്രിസിയേഷൻ 60,000 കിട്ടും. ഇത് ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ആയതുകൊണ്ട് എല്ലാ വർഷവും ഈ 60,000 തന്നെയായിരിക്കും ഡിപ്രിസിയേഷനായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും എല്ലാം തന്നെ 60,000 തന്നെയായിരിക്കും ഡിപ്രിസിയേഷനായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഈ അക്കൗണ്ട് 2012 നമുക്ക് ബാലൻസ് ചെയ്യുമ്പോൾ 2,40,000 റുപ്പീസ് കിട്ടും. അത് തന്നെ ബ്രോഡ് ഡൗൺ ചെയ്തു. ആ വർഷത്തെ ഡിപ്രിസിയേഷൻ 60,000 കാണിച്ചു, ബാലൻസ് ക്യാരി ഡൗൺ ചെയ്തു, ബ്രോഡ് ഡൗൺ ചെയ്തു. എന്നിട്ട് ഡിപ്രിസിയേഷൻ 60,000 നമ്മൾ രേഖപ്പെടുത്തി. ബാലൻസ് ക്യാരി ഡൗൺ 1,20,000. അത് തന്നെ ബ്രോഡ് ഡൗൺ ചെയ്തു. 2015 ഡിപ്രിസിയേഷൻ 60,000, ബാലൻസ് ക്യാരി ഡൗൺ 60,000. അത് തന്നെ 2016 ബ്രോഡ് ഡൗൺ ചെയ്തു. നമുക്ക് 4 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഇയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 ഇൻസ്റ്റാൾമെൻറ്റ്സ് ഉള്ളത് കൊണ്ട് 4 വർഷത്തെ മാത്രം അക്കൗണ്ട്സ് നമ്മൾ മെഷീനറി അക്കൗണ്ടിൻ്റെ കാണിച്ചാൽ മതി. ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബിജിലി എൻ്റർപ്രൈസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ്. അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്
അറിയാനായിട്ട് മനസ്സിലാക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരികയാണ്. അപ്പോൾ നമുക്ക് 4 വർഷമായിട്ടാണ് ഇൻസ്റ്റാൾമെൻറ്റ്സ് നമ്മൾ പേ ചെയ്യുന്നത്, അതും 50,000 റുപ്പീസ് ഈച്ച്. ഇൻട്രസ്റ്റ് 20% പെർ ആനമാണ് തന്നിട്ടുണ്ട്. അപ്പോൾ 2012 നോക്കാം. അപ്പോൾ 2012 നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ അൺപെയ്ഡ് എമൗണ്ട് എത്രയാണോ അതിൻ്റെ മാത്രമാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ എത്ര രൂപയാണോ കൊടുക്കാനുള്ളത് അത്രയത്തിന് മാത്രം നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അൺപെയ്ഡ് എമൗണ്ട് എത്രയാണെന്ന് നോക്കി. ക്യാഷ് പ്രൈസ് ഓഫ് ദ അസറ്റ് എന്ന് പറയുന്നത് 3 lakh റുപ്പീസാണ്. ഡൗൺ പേയ്മെൻ്റ് എന്ന് പറയുന്നത് 1 lakh റുപ്പീസാണ്. അപ്പോൾ 3 lakhൽ 1 lakh പേയ്മെൻറ്റ് നടത്തി. ഇനി അപ്പോൾ ബാലൻസ് ഉള്ളത് 2 lakh. അപ്പോൾ ആ 2 lakhൻ്റെ 20% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 40,000 റുപ്പീസ് കിട്ടും. അപ്പോൾ 2012 ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 40,000. ഇതിൻ്റെ കൂടെ നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 50,000 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 90,000 ആണ് 2012 ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത്. 2013 ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സെയിം 20% ആണ്. ആ സമയത്ത് അൺപെയ്ഡ് എമൗണ്ട് എന്ന് പറയുന്നത് 2 lakhൽ നിന്ന് 50,000 കൊണ്ട് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് 1,50,000 റുപ്പീസാണ്. നമ്മളിനി അത്രയും കൂടെ കൊടുക്കാനുള്ളൂ. അപ്പോൾ ആ 1,50,000 ഇൻറ്റു 20% ചെയ്യുമ്പോൾ 30,000 കിട്ടുന്നു. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റായ 50,000 കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 80,000 റുപ്പീസാണ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്. 2014 ഇൻട്രസ്റ്റ് 1 lakh ഇൻറ്റു 20% ചെയ്യുമ്പോൾ 20,000 കിട്ടുന്നു. അതിൻ്റെ കൂടെ തേർഡ് ഇൻസ്റ്റാൾമെൻറ്റായ 50,000 റുപ്പീസും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് 70,000. 2015 ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആകെ അൺപെയ്ഡ് എന്ന് പറയുന്നത് 50,000 റുപ്പീസാണ്. അതായത് 2 lakh ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 50,000 പേ ചെയ്തു, പിന്നെ ഒരു 50,000 പേ ചെയ്തു, വീണ്ടും ഒരു 50,000 പേ ചെയ്തു. ഇനി ആകെ നമുക്ക് പെൻഡിങ് ഉള്ളത് ഒരു 50,000 മാത്രമാണ്. അപ്പോൾ ആ 50,000 ഇൻറ്റു 20% ചെയ്യുമ്പോൾ നമുക്ക് 10,000 കിട്ടി. അതിൻ്റെ കൂടെ ഫോർത്ത് ഇൻസ്റ്റാൾമെൻറ്റായ 50,000 കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 60,000. ബിജ്ലി എൻ്റർപ്രൈസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. പക്ഷെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അതായത് 50,000 റുപ്പീസും ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കൂടെ അതാത് വർഷത്തെ നമ്മൾ ആഡ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ നോക്കാം. 2012 ജാനുവരിയിൽ മെഷീനറി പർച്ചേസ് ചെയ്യുന്ന എൻട്രിയാണ് ആദ്യം വരുന്നത്. അത് ബൈ മെഷീനറി 3 lakh എന്ന് പറഞ്ഞ് കാണിച്ചു. ഇനി 2012 ജനുവരിയിൽ ഡൗൺ പേയ്മെൻറ്റ് നടത്തുന്നതിൻ്റെ എൻട്രി ടു ബാങ്ക് 1 lakh എന്ന് പറഞ്ഞ് കാണിച്ചു. ഇനി നമുക്ക് വരുന്നത് ഇയർ എൻഡിങ്ങിൽ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുന്നു. അപ്പോൾ December 31 ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് 40,000. അതായത് എത്രയാണോ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത് 3 lakhൻ്റെ 1 lakh പേ ചെയ്ത് കഴിഞ്ഞു, 2 lakh ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ആ 2 lakhൻ്റെ 20% ആണ് ഈ 40,000. അതവിടെ കാണിച്ചു. ഇനി നമുക്കുള്ളത് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നതിനുണ്ട്. ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുമ്പോൾ ഈ ഒരു പോർഷനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുമ്പോൾ നമ്മുടെ 50,000 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ഉണ്ട്. ആ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൂടെ അതാത് വർഷത്തെ ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്യണം. അതായത് 50,000 പ്ലസ് ഈ 40,000 കൂടെ ആഡ് ചെയ്ത് 90,000 റുപ്പീസാണ് നമ്മളിവിടെ ടോട്ടൽ കാണിക്കേണ്ടത്. അത് നമ്മൾ കാണിച്ചു. ബാലൻസ് ക്യാരി ഡൗൺ 1,50,000. ഇനി നമ്മൾ 1,50,000 റുപ്പീസ് കൂടെ പേ ചെയ്യാനുള്ളൂ. അത് തന്നെ നമ്മൾ നെക്സ്റ്റ് ഇയർ 2013 ബ്രോ ഡൗൺ ചെയ്തു. 1,50,000 റുപ്പീസാണ് ഇനി നമ്മൾ പേ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ആ വർഷം ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ എത്രയാണോ നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് ആ എമൗണ്ടിന് മാത്രം നമ്മൾ ഇൻട്രസ്റ്റ് അടച്ചാൽ മതിയല്ലോ. അതാണ് 1,50,000ൻ്റെ 20% 30,000 ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇനി ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്നതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുമ്പം ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 50,000 റുപ്പീസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റായ 30,000 കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ 80,000 നമ്മളിവിടെ കാണിച്ചു. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്നത് 1 lakh ആണ്. അത് തന്നെ ബ്രോഡ് ഡൗൺ ചെയ്തു. ഇനി 2014 ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത് 1 lakh ആയതുകൊണ്ട് 1 lakh ഇൻറ്റു 20%, അതായത് 20,000 ആണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുമ്പോൾ
ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 50,000 പ്ലസ് ഈ ഇൻട്രസ്റ്റ് 70,000 ഇവിടെ കാണിക്കുന്നു. ബാലൻസ് ക്യാരി ഡൗൺ 50,000. അപ്പോൾ നെക്സ്റ്റ് ഇയറിലും അത് തന്നെ ബ്രോഡ് ഡൗൺ ചെയ്തു 50,000. ഇനി ഇൻട്രസ്റ്റ് 2015 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ആയ 50,000 ഇൻറ്റു 20% ആയ 10,000 നമ്മളിവിടെ കാണിച്ചു. ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുമ്പോൾ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് സാധാരണയുള്ള 50,000 പ്ലസ് ഈ ഇൻട്രസ്റ്റ് ആയ 10,000 കൂടെ ആഡ് ചെയ്തിട്ട് 60,000 റുപ്പീസാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അങ്ങനെ 4 വർഷം കൊണ്ട് ഈ മെഷീനറിയുടെ പേയ്മെൻറ്റ് മുഴുവൻ അടച്ചു തീർക്കുകയാണ്. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതെല്ലാം തന്നെ വരുന്നത്. ആകെയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് എടുക്കണം എന്ന് മാത്രം. ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് എടുക്കുമ്പോൾ ആ എമൗണ്ട് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക, ബാക്കിയെല്ലാം സെയിം ആണ്. ഇൻസ്റ്റാൾമെൻറ്റ്സ് എക്സ്ക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റ് പ്രോബ്ലംസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ താങ്ക് യു.